വീട് വെച്ചിട്ട് ഇത് രണ്ടാമത്തെ വിഷുക്കണിയാണെങ്കിലും എനിക്ക് എപ്പോഴും ആദ്യത്തെ വിഷു ഒരു ഫീലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, എന്തെങ്കിലും ഒരു സാധനമായിട്ട് പുതിയതുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കണ്ണം പുതിയതാണ്. അപ്പോൾ ഞാൻ കണ്ണനെ വാങ്ങിയത് തന്നെ വിഷുക്കണി വെക്കാൻ അങ്ങനെ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ വാങ്ങി വെക്കുന്നത് ശരിയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ അമ്മ എല്ലാ വീടുകളിലും കൃഷ്ണനുണ്ട്. കൃഷ്ണനില്ലാത്ത ഒരു വീട് നമുക്കറിയാം, എല്ലാ വീട്ടിലും വിഷുക്കണി വെക്കും. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലെന്നുണ്ട്. അപ്പം ഇപ്രാവശ്യമാണെങ്കിൽ നമ്മുടെ കണ്ണം പുതിയതാണ്. ഞാൻ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് എന്താ പുതിയതെന്ന് പറയും. ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ വെച്ചിരിക്കുന്ന ഉരുളിയില്ലേ, അത് അപ്പുറത്തെ വീട്ടിൽ നമ്മയുടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് എനിക്ക് നല്ല ഫുൾ ഗോൾഡൻ കളറുള്ള കണി വയ്ക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഉരുളി ഉണ്ടല്ലോ, അതൊരെണ്ണം വാങ്ങിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് വാങ്ങിച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത പ്രാവശ്യത്തെ വിഷുക്കണിയും ഭയങ്കര പ്രഷ്യസ് ആയിട്ട് തോന്നും. കാരണം ഓരോ സമയം ഓരോരോ സാധനങ്ങൾ പുതിയതുണ്ടാവുമല്ലോ അങ്ങനെ. പിന്നെ ഇന്നത്തെ ഈ കണിക്കൊന്നയില്ലേ, കണിക്കൊന്ന പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടാവും. പുറത്തൊക്കെ നോക്കുമ്പോൾ 30-50 രൂപയ്ക്കൊക്കെ ആൾക്കാർ വിൽക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ശങ്കുനെയും കണ്ണനെയും വിട്ട് ഭയങ്കര സാഹസികമായി പറപ്പിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ അതൊന്നും മാത്രമല്ല, എല്ലാ പ്രാവശ്യവും ഈ പടക്കം പൊട്ടിക്കൽ, നമ്മുടെ വിഷു എന്ന് പറയുമ്പോൾ കണി, പടക്കം പൊട്ടിക്കുക, പിന്നെ വിഷു കഴിഞ്ഞിട്ട് അതൊക്കെയാണല്ലോ. പക്ഷേ എനിക്ക് ഈ പടക്കത്തിനോട് ഇപ്പോൾ എന്താണെന്നറിയില്ല, വലിയ ഇപ്പോഴല്ല, പണ്ട് കുഞ്ഞിലെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പടക്കമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നെ ഒരു സമയമായപ്പോഴത്തേക്കും പടക്കത്തിനോടൊന്നും ഒരു താല്പര്യമില്ല. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം അച്ഛയും അമ്മയും കൂടി ഇങ്ങനെ വലിയ 2 കവറിനകത്ത് കുറേ പടക്കങ്ങളും അതുപോലെ കുറേ കമ്പിത്തിരിയൊക്കെ കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ജനലിൽ കൂടി കാണാൻ പറ്റും, പൊട്ടിക്കുന്ന പുറത്തെല്ലാം കാണാൻ പറ്റും. എന്നാലും ഞങ്ങൾ ജനലിനകത്തല്ല, റൂമിനകത്ത് കയറിയിട്ട് ജനലിൽ കൂടി നോക്കിക്കൊണ്ടിരുന്നു ഇവർ പൊട്ടിക്കുന്നത്. ഇവരാണെങ്കിൽ അച്ചായും ഞങ്ങളുടെ മുഖത്തോട് മുഖം നോക്കി, റൊമാൻസ് ഒന്നും ഇല്ല, അത് വേറെ കാര്യം, എന്നാലും മുഖത്തോട് മുഖം നോക്കി ഇനി വേറെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരില്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞങ്ങളോട് പറയാൻ ചെയ്തു, ഇനി വാങ്ങിക്കൊണ്ട് വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പറഞ്ഞിരുന്നു പടക്കം മേടിക്കുന്നത്. പിന്നെ അങ്ങനെ പറഞ്ഞതിൽ പിന്നെ ഇന്ന് വരെ നമ്മൾ വീട്ടിൽ പടക്കം വാങ്ങിച്ചിട്ടേ ഇല്ല. പടക്കത്തിനൊക്കെ ഭയങ്കര വിലയാന്ന് തോന്നണല്ലേ, പക്ഷേ അറിയില്ല, ഞാൻ അങ്ങനെ വാങ്ങിക്കാത്തതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ പടക്കത്തിൻ്റെ പരിപാടിയൊക്കെ നിർത്തി. പിന്നെയാണെന്നുണ്ടെങ്കിൽ കണിവയ്ക്കലാണ് എൻ്റെ മനസ്സിലെഴുത്. പിന്നെ ഇപ്രാവശ്യം കണി വെച്ചപ്പോഴല്ലോ ഒരാൾ എന്നെ സഹായിക്കാനില്ലാതെ, ഒരാൾ മീൻസ് അമ്മയുണ്ടായിരുന്നു. അമ്മേനെ നമ്മൾ കണക്കൂട്ടിട്ടില്ല. അമ്മ എനിക്ക് മാലയെല്ലാം കിട്ടി തന്നു. പക്ഷേ അമ്മ മാല കിട്ടുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വീഡിയോ എടുത്ത് തരാൻ പോലും ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല കേട്ടോ. ചിന്നും ശങ്കും കൂടി നേരത്തെ വീട്ടിലോട്ട് പോയി. കണ്ണനാണെന്നുണ്ടെങ്കിൽ നേരെ മേളിൽ കയറി ഉറങ്ങിയതല്ല, ഫുൾ ടൈം ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. വീഡിയോ എടുക്കാൻ വിളിച്ച് അപ്പോൾ അവൻ ഒരു പ്രാവശ്യം വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എന്താ പറഞ്ഞ വഴക്കം പിടിച്ച് മേളിലോട്ട് പോയി. കാരണം വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വെക്കുന്നില്ലേ. അന്നത്തെ കാര്യം ഈ വാർപ്പല്ല ഉരുളിയില്ലേ, അപ്പുറത്തെ വീടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷേ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് വിഷുക്കണി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അമ്മ ഇല്ലാതെ എനിക്കൊന്നും നടക്കില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അമ്മ എല്ലാ കാര്യവും റെഡിയാക്കി തന്നു. എല്ലാ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പൂമാലയല്ല, തുളസിമാല കിട്ടി തന്നു. അങ്ങനെ അത്യാവശ്യം ഒരു തരക്കേടില്ലാത്ത കണിയൊക്കെ സെറ്റ് ചെയ്തു. പക്ഷേ അത്രക്കൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വന്നില്ല കേട്ടോ. കാരണം ഉരുളിയുടെ ആണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിവിലും പരമാവധി നന്നായിട്ട് ചെയ്തു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ കണ്ടിട്ട് പറയണം എൻ്റെ കണിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വിഷുക്കണി ചെയ്യുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്നേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.